ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, ടെക്കിനോളജി എന്ന് പറയും. നമ്മുടെ അമേസിങ് സാമുവലിനെ കയ്യോടെ പൊക്കി വലിച്ചൂരി കീറി അങ്ങ് കൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തലാലിൻ്റെ സഹോദരൻ. പുള്ളിക്കാരൻ മെനക്കെട്ടി ഇന്ത്യയിൽ വരുന്ന ന്യൂസ് മാത്രം, പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന ന്യൂസ് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും വലിച്ചൂരി കെട്ടി കീറി മുറിച്ചൻ കൈ കൊടുത്തിട്ടുണ്ട്. കാശ് വാങ്ങിയിട്ട് നിമിഷപ്രിയയുടെ അമ്മയെ ടേക്ക് കെയർ ചെയ്യുകയും നിമിഷപ്രിയയുടെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഇടനിലക്കാരനായ ചർച്ച നടത്തുകയും അങ്ങനെ കുറേ സർക്കസുകൾ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതെടുക്കാനുള്ള വിഷയം മറ്റൊന്നാണ്. ഈ ഒരു കാര്യത്തിനോടനുബന്ധിച്ചിട്ട് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. BBC വേൾഡിന് എന്തോ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് നമ്മുടെ അമേസിങ് സാമുവൽ കൊടുത്ത ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇത്ര ഡോളർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, ഇത്ര ഡോളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ്, ഞാനാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്, ഞാനൊരു അഡ്വക്കേറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നെടുത്ത ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് LLB വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നും വില പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഒരുപാട് പേര് വിദേശത്ത് അഡ്വക്കേറ്റ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർ അഡ്വക്കേറ്റ്സ് അല്ല, അവർ ഗുമസ്തന്മാർ മാത്രമാണ്. ദ റിയൽ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ലോ പഠിച്ച് അവിടുത്തെ ലോക്കൽസിന് മാത്രമേ അവിടെ അങ്ങനെ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അവിടെ ഗുമസ്തപ്പണി മാത്രമാണ്. ഇപ്പോൾ ഇവൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവൻ എന്തായാലും വക്കീലല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ കേസ് നമുക്ക് തന്നെ വാദിക്കാം. പാർട്ടി ഇൻ പേഴ്സൺ ആണ്. നമുക്ക് വക്കീലിനെ വെക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ അവർ അവയിൽ അലൗഡ് ആക്കി തരും. നമ്മൾ അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയും. അങ്ങനെയാണ് സാധാരണ. അപ്പോൾ എൻ്റെ കമ്പനി ആവശ്യത്തിന് ഞാൻ നിറയെ പ്രാവശ്യം ഇതുപോലെ കോടതിയിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കിത് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വക്കീൽ ഫെയിമുമായിട്ട് എനിക്ക് നല്ലൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സോഷ്യൽ സർവീസിനൊക്കെ ഞാനിത് പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് അറിയുന്നതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പം അമേസിങ് സാമുവൽ കള്ളനാണ് എന്നുള്ളത് അച്ചക്കം കണ്ടെത്തിയിട്ടുണ്ട്. സഹോദരൻ, തലാലിൻ്റെ സഹോദരൻ. നിമിഷപ്രിയ വിഷയം എല്ലാവരും ഒന്ന് താഴ്ത്തി പിടിച്ചു, പൊതിഞ്ഞു എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതിന് ശേഷം അതിന് വന്ന നീക്കുപോക്കുകൾ വന്നപ്പോൾ അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രവൃത്തി നടക്കാനുള്ള, അതായത് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു ഇളക്കം കൊടുത്തത് ഈ ക്രിസംഗിയായ സാമുവൽ ഇളകിയത് കൊണ്ടാണ്. ആക്ച്വലി സാമുവലിൻ്റെ പ്രശ്നം പണമാണ്. ഇവളെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിങ്ങനെ ലെങ്തി ആക്കി കൊണ്ടുപോകെ അതിനുള്ള എമൗണ്ട് കിട്ടും. ഇനി നിമിഷപ്രിയ രക്ഷപ്പെട്ട് നാട്ടിലേക്ക് പോയി എന്ന് തന്നെ വെക്കുക. അപ്പോഴും ഇൻഫോർമേഷനായിട്ട് കാര്യങ്ങൾ അവർക്ക് എത്തിപ്പെട്ടാൽ, അതായത് നാട്ടിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രാവശ്യം പോലും മര്യാദയ്ക്ക് പോയി കാണുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു രീതിയിലുള്ള പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്നുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ അവൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുക സാമുവലിന് തന്നെയാണെന്നുള്ളത് കൊണ്ട് അമേസിങ് സാമുവൽ കിടന്ന് തിളച്ചത്. ഈ സാമുവലിൻ്റെ ഒരു വെപ്രാളം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, എന്തോ കുഴപ്പമുണ്ട്. കോഴി കട്ടവൻ്റെ തലയിൽ കൂടെ തപ്പി നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ന്യൂസ് ഞാനൊന്ന് വായിക്കാം. ആക്ച്വലി ആ പയ്യൻ ഇത് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ചലഞ്ച് വേറെ ചെയ്യുന്നുണ്ട്. നീ പറയുന്നത് കണക്കാണെങ്കിൽ നീ ഒന്ന് തെളിയിക്കടാ എന്ന അങ്ങനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. മധ്യസ്ഥതയുടെ പേരിൽ സാമുവൽ ജെറോം ഞങ്ങളെ കാണുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല, മറിച്ചാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നുവെന്ന് തലാലിൻ്റെ സഹോദരൻ. ഏതായാലും പൊളിഞ്ഞ് പാളീസായി 8 നില പൊട്ടി. അങ്ങനെ സാമുവലാണ് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അങ്ങോട്ട് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ആളുകൾ പറയുന്നത് എന്തെന്ന്, കാസക്കാരാണ് ഇതിന് മെയിൻ ആളെന്ന്. മധ്യസ്ഥതയുടെ പേരിൽ ഇവരെ പോയി കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനായെന്ന പേരിൽ പണം പിരിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ഫത്താഹ് അബ്ദുൾ മഹ്ദി BBC-യിൽ അവകാശപ്പെട്ടതുപോലെ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലെ പോസ്റ്റിൽ കുറിച്ചു. മധ്യസ്ഥതയുടെ പേരിൽ സാമുവൽ ജെറോം പണം പിരിക്കുകയാണെന്നും എന്നാൽ ഇയാൾ മധ്യസ്ഥതയ്ക്കായി തങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും മഹദി പറയുന്നു. നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മധ്യസ്ഥതയുടെ പേരിൽ എണ്ണമില്ലാത്ത അത്രയും പണം അദ്ദേഹം ശേഖരിക്കുകയാണ്. പുതുതായി $40,000 ശേഖരിച്ചത്. ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ കാണുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല, മറിച്ചാണെന്ന് തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു, തലാലിൻ്റെ സഹോദരൻ പറയുന്നു. നിമിഷപ്രിയയെ വധിക്കാനുള്ള ഉത്തരവ് പ്രസിഡന്റ് അംഗീകരിച്ചപ്പോൾ സനയിൽ നിന്നും സാമുവൽ ജെറോം തന്നെ കണ്ടെന്നും സന്തോഷത്തോടെ അദ്ദേഹം തങ്ങളെ അഭിനന്ദിക്കുകയായിരുന്നുവെന്നും മഹദി കൂട്ടിച്ചേർത്തു. എന്ന് വെച്ചാൽ ഇവൻ കൺഗ്രാജുലേറ്റ് ആണ് ചെയ്തത്, കൊന്നു കളഞ്ഞേരുന്നു. എന്നാലല്ലേ കാസച്ചേട്ടന്മാർക്ക് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇസ്ലാമിയുടെ തലയിൽ കയറി നിറങ്ങാൻ പറ്റുള്ളൂ. ഇസ്ലാം കൺട്രിയുടെ കൊടൂരത കണ്ടില്ലേ? ഇത് തന്നെയല്ലേ കാമിത ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, ശരീഅത്തൊരു പ്രശ്നമുള്ള സംഗതിയാണ്, ഞാൻ വലിക്കും കീറും നക്കും എന്നൊക്കെ പറയുന്നത് ആരാ? എച്ചിലികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ഈ വിഷയത്തിനെ എടുത്തത് ആരാണ്? ഈ പറയുന്ന യമൻ ടീമിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, ഇറാനിയരാണ്. ഇറാനികൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരനുസരിക്കും. അവിടെ നിന്നുള്ള പണ്ഡിതന്മാർ വിളിച്ചിട്ട് ശരി ഇത് വിട്ടേരെ, അങ്ങ് പറഞ്ഞു വിട്ടേരെ എന്ന് പറഞ്ഞാൽ ചെയ്യും.
അങ്ങനെ ചെയ്യണമെങ്കിൽ ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ എന്താ സംഭവിച്ചേ? അവിടെ നമ്മുടെ ഇസ്രായേലിനെ അടിച്ച സമയത്ത് ഇസ്രായേലിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞവർക്ക് പിന്നെ ഇറാനെ കാണാനുള്ള ഇതുണ്ടാകുമോ? ഇല്ല. അപ്പം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയും ഗുസ്തിയും നടക്കുന്നിടത്ത് പോയിട്ട് ഞങ്ങളുടെ പെണ്ണ് അവിടെ ഉണ്ട്, ഇനി ഇറക്കി വിടുക എന്ന് പറയാനുള്ള ധൈര്യം കേന്ദ്രത്തിനില്ല. അപ്പം കേന്ദ്രത്തിനെ അങ്ങനെ ഒരു നാണക്കേട് അവിടെ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് കാന്തപുരമാണ് അതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇത് നീട്ടിക്കിട്ടിയത്. നിമിഷപ്രിയ റിലീസാവും, നിമിഷപ്രിയ നാട്ടിലേക്ക് വരും, അത് ഉറപ്പാണ്. റിലീസാവും, കാരണം ഇടപെട്ടത് കാന്തപുരമാണെങ്കിൽ അദ്ദേഹം അത് സാധിച്ചു കൊണ്ടുതന്നെ തരും. പക്ഷേ അതിന് ഈ ഡിലേ വരുത്തുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മനസ്സിലാക്കണമല്ലോ എന്താണ് അവിടെ സംഭവിച്ചത്. ഇനി ഒരു വിഷയം പറയാം. തലാലിൻ്റെ സഹോദരൻ എന്താണ് ആവശ്യമെന്ന് അറിയാമോ? മാപ്പാണ്. മനഃപൂർവ്വമായി മനസ്താപത്തോടുകൂടി മനസ്സറിഞ്ഞ് ആ പെണ്ണ് മാപ്പ് പറഞ്ഞാൽ അവർ വിടും. നിമിഷപ്രിയ ഇതുവരെ അത് ചെയ്തിട്ടില്ല. അതറിയുമ്പോൾ നിങ്ങൾക്ക് നിമിഷപ്രിയയ്ക്ക് ഒരു റിഗ്രഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഞാൻ മുമ്പൊരു വോയിസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും അവൈലബിൾ ആണ്, കിടപ്പുണ്ട്. വേണമെങ്കിൽ അതെടുത്ത് ഒന്നുകൂടെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിനകത്ത് വ്യക്തമായിട്ട് അവൾ പറയുന്നു അവളുടെ ഭാഗം ന്യായീകരിക്കാനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, അന്യദേശത്ത് നമ്മൾ പെട്ടുപോയത് നമ്മുടെ കയ്യിൽ പിഴവ് കൊണ്ട് തന്നെയാണ് എങ്കിൽ നമ്മളൊരു പൊടിക്കങ്ങ് അടങ്ങണം. അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ കൊണ്ട് പോകരുത്. ഇതിനകത്ത് യാതൊരു ന്യായീകരണവും വർത്താവത്തില്ല. അവനവൻ്റെ വീട്ടിലെ ഒരു കുട്ടിക്കാണ് ഇത് വന്നതെന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ ഡെപ്ത് എന്താണെന്ന്. തീർച്ചയായിട്ടും നിമിഷപ്രിയ ചെയ്തത് ഏറ്റവും വലിയ ക്രൈമാണ്. അയാളെ കുത്തിവെച്ച് കൊന്നിട്ട് കഷണങ്ങളാക്കി ഒരു വാട്ടർ ബോക്സിലേക്ക് കൊണ്ടിട്ട് അതിൽ നിന്നാണ് ഒത്തിരി പേര് വെള്ളം കുടിക്കണമെന്ന് കൂടെ ഓർത്തണം. അവറ്റകൾ എത്രയോ ദിവസം ആ വെള്ളം കുടിച്ചിട്ടും ഉണ്ടാവും. അവസാനം ഈ സ്മെല്ല് സഹിക്കാൻ വയ്യാതെയാണ് കംപ്ലയിൻറ്റ് ചെയ്തത്. എത്രയോ ദിവസം അതുങ്ങൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും. ആ ഓർമ്മയിൽ തന്നെ എത്രയോ ദിവസം പിടയ്ക്കുന്നും ഉണ്ടാവും. ആ വെള്ളം കുടിച്ചൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പം ഓൾമോസ്റ്റ് ചെയ്ത ക്രൈമുകളുടെ ലെവലൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊന്നും പോരാതെ 33 ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് വന്നു. അത് യമനിൽ തന്നെ മറ്റൊരിടത്ത് ജോലിക്ക് കയറിയിരിക്കുകയാണ്. എൻ്റെ നാട്ടിലേക്ക് വന്നൂടെ? അപ്പോൾ അവൾ വിചാരിച്ചത് ഇതൊരു കാരണവശാലും പിടിക്കപ്പെടത്തില്ല, ഈ ക്രൈം ഒരിക്കലും പിടിക്കപ്പെടത്തില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി വിവാഹം കഴിച്ചു, അതിനോട് റിലേറ്റ് ചെയ്തത് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, ഭർത്താവ് കൂടെയുണ്ട്, പണത്തിന് വേണ്ടിയിട്ട് പല കോംപ്രമൈസ് ചെയ്തു അയാളെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത്രയും വലിയൊരു ഫണ്ടൊന്നും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി നിമിഷപ്രിയയ്ക്കോ നിമിഷപ്രിയയുടെ ഭർത്താവിനോ ഇല്ല. ആ പണം കൊടുത്തത് അയാൾ തന്നെയാണ്. അയാൾക്ക് അതിൻ്റെ പങ്ക് കൊടുക്കാൻ മടിച്ചിട്ട് തന്നെയാണ് ഈ ദുഷ്പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ഊരിക്കൊണ്ട് വരിക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മുമ്പ് അയാളിൽ അങ്ങനെ ഒരു അക്രമവാസന കണ്ടില്ലേ? അയാൾ നാട്ടിൽ വന്നപ്പോൾ തനിക്കൊരു ഭർത്താവുള്ളത് അയാൾ കണ്ടില്ലേ? നീ പറഞ്ഞു കൊടുത്ത കള്ളക്കഥകൾ വിശ്വസിച്ച് നിന്റെ വഴിയിലേക്ക് വന്ന അയാളെ നീ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അയാൾക്ക് നീ ചതിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ നിന്നെ കൈവച്ചിട്ട് പോലും ഉണ്ടാവുക. എനിത്തിങ് എന്തായിരുന്നാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. എന്തിനാ പോലീസ് പിടിച്ചത്? ഇമ്മോറൽ ട്രാഫിക്കിങ്ങിനാണ്. അവിടെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് രണ്ടുപേരെയും വിട്ടിട്ടുള്ളത്. അതും പറയുന്നത് ആരാണ്? നിമിഷപ്രിയ തന്നെയാണ്. ആകെ മൊത്തത്തിൽ കൊളാബറേഷനും കൊളാപ്സുമാണ് അവൾ. മൊത്തത്തിൽ കുഴപ്പമാണ്. ആ പെൺകുട്ടിയാണ് കുഴപ്പം. അവൾ മനഃപൂർവ്വമായി ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചാൽ തലാലിൻ്റെ സഹോദരൻ സമ്മതിക്കും. അയാൾ അത് സമ്മതിക്കാത്തതിൻ്റെ കാരണം അയാൾ ഇപ്പോൾ പറയുന്ന ഓരോ പ്രസ്താവനയിൽ നിങ്ങൾക്ക് വ്യക്തമല്ലേ? നിമിഷപ്രിയ ഓരോ തവണ വന്നും ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ ഭാഗത്ത് ന്യായം പറയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കുന്ന ആ സഹോദരൻ്റെ വേദന നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. തൻ്റെ സഹോദരൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് കൊല ചെയ്ത വ്യക്തിക്ക് ഒരു രീതിയിലുള്ള വിഷമവുമില്ലാതെ ന്യായീകരിക്കാനും അയാളെ മോശപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇവളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് അവൾ പറയുക എന്തായിരിക്കും? ഈ പറയുന്ന തലാലിനെ പറ്റി ഏറ്റവും മോശമായ കാര്യങ്ങളായിരിക്കും അവളിവിടെ ഒന്ന് പറയുക. അത് നല്ലതായി മനസ്സിലാക്കിയതാണ് ആ സഹോദരൻ, അതുകൊണ്ടാണ് വിടാത്തത്. അത് മനസ്സിലാക്കുക. നിമിഷപ്രിയയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നവരും കൂടെ ഓർക്കുകയുള്ളൂ. നിങ്ങൾ വക്കാലത്ത് പറയുമ്പോൾ അതും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും, അതും അദ്ദേഹം കേൾക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ ഇത് വീണ്ടും നീണ്ടുപോകും. ഇത് നീണ്ടുപോകരുത്. നിമിഷപ്രിയ പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ മൗനമായിരിക്കുകയാണ് നല്ലത്. പകരം നിമിഷപ്രിയ ചെയ്ത കുറ്റത്തിൻ്റെ ഡെപ്ത് പറയുകയും ക്ഷമിക്കാൻ അയാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് അവൾ പുറത്തേക്ക് വരണം. ഒരു സ്ത്രീയായ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ എനിക്ക് പറയാനുള്ളത്, നിമിഷപ്രിയയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ കൊന്നുകളയാനേ പറയുള്ളൂ. കാരണം ഞാൻ അർഹിക്കുന്നില്ല ജീവിക്കാൻ. മറ്റൊരു വ്യക്തിയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി പീസാക്കി തനിക്ക് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചെടുത്ത് ഒരു സ്ത്രീയല്ല, ഒരു മനുഷ്യജന്മമേ അല്ല എന്ന് ഞാൻ പറയും. ചത്തുകളയാനും അല്ലെങ്കിൽ കൊന്നുകളയാനേ ഞാൻ പറയുള്ളൂ. അർഹിക്കുന്ന പണിഷ്മെൻ്റാണ് അവളെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇടപെട്ടത് കാന്തപുരം ഉസ്താദ് ആയതുകൊണ്ട് അവൾ മരണപ്പെടണമെന്നൊരാഗ്രഹമുണ്ട്. നാട്ടിലേക്ക് എത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം നമ്മളിലൊരു വ്യക്തി അവിടെ പോയി അത് സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെയോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് അദ്ദേഹത്തെ പുറത്തു വിടണം എന്നുള്ളത് ആഗ്രഹം. സാധിച്ചാൽ സാധിക്കട്ടെ. കാന്തപുരം ഉസ്താദിന് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അദ്ദേഹം മുഫ്തി അല്ലെന്നോ ഗ്രാൻഡ് മുഫ്തി അല്ലെന്നോ ഒക്കെ പറയുന്നതിനുള്ള ഒരു മറുപടി ഇതിൻ്റെ ഒപ്പം ഞാനൊരു വീഡിയോ വയ്ക്കുന്നു, നിങ്ങളത് കണ്ടു നോക്കുക. അതിന് കൃത്യമായ വിവരണം നടത്തുന്നുണ്ട്. അദ്ദേഹം ആണോ അല്ലയോ, ഇതിനകത്ത് ഇടപെട്ടത് അദ്ദേഹമാണോ അല്ലയോ എന്ന്. എന്തായാലും അമേസിങ് ജെറോം സാമുവലിനെ
നല്ല മറുപടിയാണ് തലാലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, തലാലിൻ്റെ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എക്കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റത്തില്ല. ടെക്നോളജി അത്രയും ഡെവലപ്മെൻ്റ് ആണ്. അയാൾക്ക് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാനുള്ള ഒരു ടെക്നോളജി അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ മന്ദബുദ്ധികൾ അങ്ങ് വെപ്രാളമായിരുന്നു. ജാമിദയ്ക്ക് വെപ്രാളം, ആരിഫ് ഹുസൈന് വെപ്രാളം, പിന്നെ മലം ടി വിക്ക് വെപ്രാളം, എന്തുവായിരുന്നു ഇവിടെ, എന്താ ബഹളം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിരുദ്ധത പ്രകടിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സംഘികളെക്കാൾ കൂടുതൽ ക്രിസംഖികളാണെന്ന് തെളിഞ്ഞില്ലേ? ഈ ക്രിസംഖികളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാമൂലിനെ കണ്ടാൽ മതി. ഇതൊക്കെയാണ് ക്രിസംഖികൾ. സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പെണ്ണിനെ സേവ് ചെയ്യാനുള്ള അവസരത്തിൽ പോലും അതിൽ നിന്ന് 10 പൈസ അടിച്ചു മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട മനോഭാവമുള്ള ഇവന്മാരെയൊക്കെ എന്താ പറയുക, അനുഭവിക്കുക തന്നെ, അല്ലാതെ ഒന്നുമില്ല. നിമിഷപ്രിയ ഇറങ്ങി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, പുറത്തു വരും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ആത്മാർത്ഥമായി മാപ്പ് പറഞ്ഞാൽ അവളെ വെറുതെ വിടും, അല്ലെങ്കിൽ അവർ കൊല്ലും. കാരണം അത് അവരർഹിക്കുന്നതാണെന്നേ. അവർക്ക് അത് പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇവള് തീർച്ചയായിട്ടും കൊല്ലപ്പെടേണ്ട സ്ത്രീ തന്നെയാണ്, ഒരു തർക്കവുമില്ല. ഭർത്താവിനെ ചതിച്ചു, തലാലിനെ ചതിച്ചു, കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറെ ചതിച്ചു, എന്നിട്ട് സ്വയം ജീവിക്കാമെന്നുള്ള തൻ്റെ ഇടത്തിൽ മറ്റൊരിടത്ത് പോയി ജോലിക്ക് കയറി. മൊത്തം കുഴപ്പം പിടിച്ച ഒരു സംഗതിയാണ്. എന്നിട്ടും വീണ്ടും വീണ്ടും തലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കുക, ഫോണിൽ കൂടെ സംസാരിക്കുക എന്ന് വേണ്ട, അവളെ കൊണ്ട് പറ്റുന്നതെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. അത് സ്വയം കുഴിതുകൊണ്ട് കാണുന്നുള്ളത് അവൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അവൾ കാണുന്നുണ്ടെങ്കിൽ, എനിക്കറിയില്ല അവിടെയൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണോ അല്ലയോ എന്ന്. ആരെങ്കിലും അവളെ കാണാൻ പോകുന്നുണ്ട്, അവൾ അമ്മയായാലും മതി, ചെന്ന് പറഞ്ഞു കൊടുക്കുക. മോളെ ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് അംഗീകരിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യത്തില്ല അവർ. അവർക്ക് ബ്ലഡ് മണി കൊടുക്കാമെന്ന് പറഞ്ഞ് കളിയാക്കാതിരിക്കുക. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്കത് വേണ്ട. പണമല്ല അവരുടെ ഇതെന്ന് അവർ തന്നെ തെളിയിച്ചു. പണം വാങ്ങിയില്ലല്ലോ. അവരുടെ സഹോദരനെ ഇത്രയും ഭീകരമായി കൊന്നതിന് അവരുടെ മറുപടി ഇതാണ്. അത് കറക്റ്റായിട്ട് പറഞ്ഞു. എന്തായാലും ഒരു പടി ഇച്ചിരി കൂടെ കൊഞ്ചിനേക്കാൾ മേലോട്ട് കയറി തുള്ളി നിന്ന സാമുവലിന് നെറ്റിയടിയാണ് തലാല് കൊടുത്തിട്ടുള്ളത്. കാലം കണക്ക് പറയുമെന്ന് പറയുന്നതാണ്. പണ്ടൊക്കെയാണ് പിന്നെ ഇപ്പം കൂടെ തന്നെ തരുന്ന കണ്ടില്ലേ. തലാലിന് എന്തെങ്കിലും തലാലിനെ പറ്റി ഇത്രയും അധികം മോശം പറഞ്ഞ മിസ്റ്റർ സാമുവലിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഷാമുവലിനെ തലയിൽ തൂക്കി വെച്ചുകൊണ്ട് കിടന്ന ആടിപ്പ് കിണ്ണ വല്ലതും പറയാനുണ്ടോ? ജാമിദ ചേച്ചി ഒരു ഓഫറുണ്ട്. സാമുവൽ എന്നെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോയി ഒരു കല്യാണ ആലോചനയ്ക്ക് ഓക്കെ പറഞ്ഞ് അവനെ കിട്ടുക. നിങ്ങൾ രണ്ടുപേരും നല്ല പൊരുത്താം. നാട്ടുകാരെ പറ്റിച്ച് വലിപ്പിച്ച് തിന്നുന്ന ഒരുത്തനും നാട്ടുകാരെ പറ്റിച്ച് വലിപ്പിച്ചിരുന്ന ഒരുത്തിയും നല്ല മാച്ചിങ്ങാണ്. രണ്ടുപേരുടെ കല്യാണം കഴിച്ചു ഒന്നിച്ചങ്ങ് ജീവിച്ച സൂപ്പറാണ്. ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചു. ഈ ഖാത്തില മയ്യത്തൂനോ അൽ പത്തലൂന പറയുന്നില്ലേടി, ഗ്രാൻഡ് മുഫ്തി അല്ല, അദ്ദേഹം കുഴപ്പമാണ്. ഈ നാട് കണ്ട ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സാധനങ്ങൾ ഈ എച്ചിലുകളാണ്, മനസ്സിലാക്കിക്കോളി. ഇവിടെ ഇരുന്ന് കൊണ പറയുമ്പം വിദേശത്തിരുന്ന ആളുകൾ കാണുന്നുണ്ടെന്നുള്ളത് ഓർത്തോണം കേട്ടോ. നല്ല സാധനങ്ങളാണ്. ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ നാറ്റിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. രാജ്യദ്രോഹികളാണ് ഈ 3 എണ്ണം. ലിയാഖത്ത്, ആരിഫ് ഹുസൈൻ, കാമിത, 3 എണ്ണവും രാജ്യദ്രോഹികളാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണണേ പ്ലീസ്. താങ്ക് യു സോ മച്ച്. ലൈക്ക്, ഷെയർ. താങ്ക് യു. നമ്മുടെ കേരളത്തിലെ ചില മലയാള ചാനലിലെ അവതാരകർക്ക് ഇസ്ലാമിന് ഏത് വിഷയമാണെങ്കിലും ഒന്ന് ചൊറിയാതെ പോയാൽ അവർക്ക് മനസ്സമാധാനം കിട്ടുകയില്ല. നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇതേ രീതിയാണ് പല ചാനൽ അവതാരകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങളെ പച്ചയായി പ്രാകൃത നിയമങ്ങളാണ്, അതൊക്കെ ഗോത്ര നിയമങ്ങളാണ് എന്ന് തട്ടിവിടാൻ ഇവർ പലപ്പോഴായി ശ്രമിക്കുന്നത് ഈ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിയമസംഹിതകളെങ്കിലും വായിക്കാൻ ഇവർക്ക് ഒരു പ്രാവശ്യം സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഈ വാക്കുകൾ അവർ പറയില്ലായിരുന്നു. കാരണം ഇന്ത്യൻ നിയമത്തിൽ എത്ര തലങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. BNS 376A ഈ വകുപ്പ് പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഇന്ത്യയിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 396, 121, 132 ഇത്തരം വകുപ്പുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇവിടെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള നിയമം നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം വിരോധം തലയിൽ നിറച്ചു വെച്ച് ഈ ചർച്ചയ്ക്ക് വരുന്ന ഈ ആങ്കർമാരോട് പറയുന്നത്, നിങ്ങൾ ഒരു ആവർത്തി ഇസ്ലാമിന്റെ നിയമങ്ങളെ വിമർശിക്കുമ്പോൾ നമ്മുടെ നിയമങ്ങൾ BNS എങ്കിലും ഒരു പ്രാവശ്യം വായിക്കാൻ നിങ്ങൾ തയ്യാറാകണം. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള വിവരമില്ലായ്മയാണ് പലപ്പോഴും ഇസ്ലാമിക ശരീഅത്തിലെ പല നിയമങ്ങളെയും ഇവർ ഈ രൂപത്തിൽ വിമർശിക്കാനുള്ള കാരണം. രാഷ്ട്രത്തിൽ കലാപം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പ്രചോദനം നൽകുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവിടെ വധശിക്ഷ വിധിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഒരാളെ മനഃപൂർവ്വം കൊന്നു കഴിഞ്ഞാൽ അവന് വധശിക്ഷ നൽകുന്നുണ്ട്. കാരണം രാഷ്ട്രം ഉണ്ടാകണമെങ്കിലും രാഷ്ട്രത്തിന് സമാധാനം വേണമെങ്കിലും ഒക്കെ ആദ്യം നമുക്ക് ജീവനല്ലേ വേണ്ടത്. അതുകൊണ്ട് ഇസ്ലാം ഒന്നാം സ്ഥാനം കാണുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ തന്നെയാണ്. ഇനി ഒരാൾ മറ്റൊരാളുടെ ജീവൻ അപഹരിക്കുന്ന പ്രവൃത്തി ചെയ്യരുത്. അതിനുവേണ്ടിയാണല്ലോ ഈ ശിക്ഷകളൊക്കെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ലോകത്തെ ഏത് രാഷ്ട്രങ്ങളിലാണെങ്കിലും നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നതോടെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും
ഒരുപാട് ജീവനുകൾക്ക് ഇവിടെ സംരക്ഷണം നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശിക്ഷാ നടപടികളിലൊക്കെ പല രാഷ്ട്രങ്ങളിലും പല നിയമങ്ങളിലും ഒക്കെ വധശിക്ഷ വെച്ചിട്ടുള്ളത്. ശരിക്കും ഇസ്ലാമിന്റെ ശരീഅത്തിലെ ഈ വധശിക്ഷയെ മുന്നിൽ വെച്ചുകൊണ്ട് അത് പ്രാകൃത നിയമം, ഗോത്ര നിയമം എന്നൊക്കെ പറഞ്ഞ ആളുകൾ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ BNS-ലുള്ള ഇത്തരം വകുപ്പുകളൊക്കെ പ്രാകൃത നിയമങ്ങളൊന്നും ഗോത്ര നിയമങ്ങളൊന്നും പറയാൻ ഇവർക്ക് ആവുമോ? യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും ഇത് അറിയാത്തത് കൊണ്ടല്ല. പരമാവധി ഇസ്ലാമിനെ ദ്രോഹിക്കുക, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇസ്ലാമിനെ സമൂഹത്തിന് മുന്നിൽ വെറുപ്പിക്കാനുള്ള വഴികൾ ഉണ്ടാക്കുക, അതിൽ നിന്ന് ആളുകളെ അകറ്റാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. ഇത്തരത്തിലുള്ള വെറുപ്പിന്റെ ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ചാനലിൽ അവതാരകരായി വരുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ അവർ പലതും പൊക്കി പറയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിന്റെ ഇടയിലെല്ലാം അവർ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ വാക്കുകൾ തിരികെ കയറ്റുന്നത് നാം കാണാതെ പോകരുത്. ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമത്തെ അങ്ങേയറ്റം ഇടിച്ചു താഴ്ത്താനും അതിനെ ഗോത്ര നിയമവും അതുപോലെ പ്രാകൃത നിയമവുമായി ചിത്രീകരിക്കാൻ ഒരുപാട് ചാനലിലുള്ള അവതാരകരും ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് നയങ്ങളും നിയമങ്ങളും അറിയില്ല. ചുരുങ്ങിയത് ഈ രാഷ്ട്രത്തിന്റെ നമ്മൾ ബഹുമാനിക്കുന്ന ഭരണഘടനയും ഇതിന്റെ നയ നിയമങ്ങളും ഒക്കെ BNS ഒക്കെ ഒരാവർത്തിയെങ്കിലും വായിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളത്തിലും അതൊക്കെ വായിക്കാനുള്ള സൗകര്യം ഇന്ന് ഉണ്ട് എന്ന് ഇവരെയൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, ഇസ്ലാമിലെ ഏത് നിയമങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ഇതെല്ലാം മാനവികമാണ്, പ്രായോഗികമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രത്തിന്റെയും അതുപോലെ ഓരോ വ്യക്തികളുടെയും അവരുടെ അഭിമാനം, അവരുടെ ജീവൻ, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഗൗരവമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ ഏതെങ്കിലും തിന്മകൾക്ക് കടുത്ത നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെ, അതായത് അവിടെ അവമതിക്കുന്ന മൂല്യങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. ആ പ്രത്യയ ശാസ്ത്രം അതിന് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ആ ശിക്ഷകളെ ഇകയത്തുകയോ അതിനെ പ്രാകൃത നിയമമായി കണക്കാക്കുകയോ അല്ല ചെയ്യേണ്ടത്. ഒരാൾ മനഃപൂർവ്വം കൊല ചെയ്താൽ അതിന് വധശിക്ഷയാണ് അവന് ശിക്ഷയായി ഒരു പ്രത്യയ ശാസ്ത്രം നൽകുന്നതെങ്കിൽ ആളുകളുടെ ജീവന് ആ പ്രത്യയ ശാസ്ത്രം അത്രമാത്രം വില നൽകുന്നു എന്നാണ്. ഒരാൾ കളവ് നടത്തിയാൽ, ഒരു ബാങ്ക് കൊള്ളയടിച്ചാൽ അവന് ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ നിയമം എന്താണ് നൽകുന്നത്? അവന്റെ കൈവെട്ടാനാണെങ്കിൽ ആളുകളുടെ സമ്പത്തിനും അത്രമാത്രം വലിയ മൂല്യവും പ്രാധാന്യവും ആ പ്രത്യയ ശാസ്ത്രം നൽകുന്നുണ്ട് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ പേരിൽ ആവശ്യമില്ലാതെ വ്യഭിചാര ആരോപണങ്ങൾ നടത്തുകയാണെങ്കിൽ അതവന്റെ അഭിമാനത്തിന് ഏറ്റവും കൂടുതൽ ക്ഷതം വരുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ചെയ്താൽ അവനെ 80 അടിയടിക്കണമെന്നത് ഒരു പ്രത്യയ ശാസ്ത്രത്തിലെ നിയമമാണെങ്കിൽ ആളുകളുടെ അഭിമാനത്തിന് അത്രയും വലിയ പ്രാധാന്യം ആ പ്രത്യയ ശാസ്ത്രം നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതൊരു ശിക്ഷയും ഗൗരവമായി ഒരു പ്രത്യയ ശാസ്ത്രം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മതം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മതം ആ മൂല്യങ്ങൾക്ക് അത്രമാത്രം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. ഒരാൾ വടിയെടുത്ത് ഒരു ചാട്ടവാർ എടുത്ത് ഒരാളെ അടിക്കുകയാണ്. പക്ഷേ ആ ചാട്ടവാർ അടിയിൽ എന്തോ കാരണവശാൽ അയാൾ മരിക്കുകയാണ്. ഇവന്റെ പ്രവൃത്തി കൊണ്ടാണ് മരിച്ചതെങ്കിലും അവനെ തിരിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഇസ്ലാമിൽ ഒരു നിയമവുമില്ല. കാരണം അത് മനഃപൂർവ്വമുള്ള കൊലയായി കണക്കാക്കിയില്ല. കാരണം ഒരാളെ വധിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമല്ല ചാട്ടവാർ, അത് വേദനിപ്പിക്കാൻ മാത്രമുള്ളതാണ്. പക്ഷേ അതിൽ ഇവൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾ മരണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമുള്ള കൊല എന്നതിൽ നിന്ന് അതിനെ ഇസ്ലാം മാറ്റി നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്ത ദിയയാണ് നൽകേണ്ടത്. അതിന് പകരമായി വധശിക്ഷ ഒരിക്കലുമില്ല. ഇനി വധശിക്ഷ തന്നെ നൽകുന്ന സാഹചര്യത്തിൽ ആ കുടുംബങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകാനുള്ള അധികാരം വരെ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, കാര്യങ്ങളെ ഗ്രഹിച്ചു പറയണം, കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. വിവരം മാത്രം പോരാ, വിവേകം വേണം. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഓരോ നിയമങ്ങളും ഓരോ പ്രത്യയശാസ്ത്രത്തിലും മതത്തിലും വരുമ്പോൾ എന്തിനാണ് ആ മതം ആ നിയമം കൊണ്ടുവന്നത് എന്നത് ചിന്തിക്കേണ്ടതാണ്. പഠിക്കുക, പഠിച്ചതിന് ശേഷം വിമർശിക്കുക. അതല്ലാതെ ഒരു മതത്തോടോ ഒരു സംവിധാനത്തോടോ എന്തെങ്കിലും വെറുപ്പുണ്ട് എന്ന് കരുതി എന്തും വിളിച്ചു പറയുക എന്ന കാര്യത്തിന് മാറി നിൽക്കുക. അതാണ് യഥാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടുമ്പോൾ ചില ആളുകൾക്ക് ഉസ്താദിനോടോ ഉസ്താദിന്റെ സംവിധാനങ്ങളോടോ വെറുപ്പുണ്ടായതുകൊണ്ട് അവർ എന്തൊക്കെയോ പറഞ്ഞ് സമൂഹത്തിൽ അവർ ഒന്നുമല്ലാതായി മാറിയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഓരോ വിഷയങ്ങളും അവതരിപ്പിക്കണമെന്ന് ഇത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്.